അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഇന്ന് യോഗം ചേരാൻ പോകുന്നു. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജിയും കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകളും യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ചർച്ചയാകും. ഇന്നത്തെ യോഗത്തിൽ ചമ്പത് റായ് പങ്കെടുത്തേക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നത്തെ ട്രസ്റ്റ് യോഗം അത് നിർണായകമല്ലേ? ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് യോഗം ചേരാൻ പോകുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട അതെന്തൊക്കെയാണ്? മായ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നിർണായകമായ യോഗമാണ് ഇന്ന് അയോധ്യയിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം നടക്കുന്നത്. നിലവിൽ സമീപകാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ, അയോധ്യയിലെ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിന്മേലുള്ള SIT അന്വേഷണം, ഇതിനെല്ലാം ശേഷം ആദ്യമായാണ് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് അയോധ്യയിൽ മണിറാംദാസ് ആശ്രമത്തിൽ വെച്ചാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ അജണ്ടയായി നിശ്ചയിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ് ഒപ്പം ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുണ്ട്. ആ രാജി പരിശോധിച്ച് ഒന്നുകിൽ ആ രാജി അംഗീകരിക്കും, അതിനുമേലുള്ള തുടർ നടപടി സ്വീകരിക്കുക. ഒപ്പം 2025-26 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ വിശദമായി പരിശോധിച്ച് അതിന് അംഗീകാരം നൽകുക. കൂടാതെ ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതിൽ തീരുമാനമെടുക്കുക. ഈ വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് ചേരുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചർച്ച ചെയ്യുക. ഒപ്പം ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിൽ ട്രസ്റ്റ് വിശദമായിട്ടുള്ള പരിശോധന നടത്തും. നിലവിൽ SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് തന്നെയാണ്. സംഭാവന ഇനത്തിലും ഭക്തർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള പണം, ഒപ്പം മറ്റ് വസ്തുക്കളിലുമെല്ലാം തന്നെ വലിയ ക്രമക്കേട് ആ ക്ഷേത്രത്തിലെ ഒരു വിഭാഗം ജീവനക്കാർ ചേർന്നുകൊണ്ട് നടത്തി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ എത്രത്തോളം ആളുകൾക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നിലവിൽ SIT നടത്തിവരികയാണ്. ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അദ്ദേഹം വിശദമാക്കിയത് തനിക്ക് ഈ തട്ടിപ്പിലോ അല്ലെങ്കിൽ അഴിമതിയിലോ നേരിട്ടോ അല്ലാതെയോ യാതൊരു പങ്കും അറിവുമില്ല. താൻ വിശ്വസിച്ചവർ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ജീവനക്കാർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് താൻ കരുതിയില്ല എന്നാണ് മൊഴി നൽകിയത്. ഈ ഒരു SIT അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ചമ്പത് റായ്ക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്കും നിലപാടിലേക്കും ട്രസ്റ്റും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവ കടക്കുക. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിക്ക് അയോധ്യയിൽ മണിറാംദാസ് ആശ്രമത്തിലാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചേരുക. ഇപ്പോഴും പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രതി അവിനാഷ് ശുക്ലയുടെ വീടിലും മറ്റ് സ്ഥലങ്ങളിലും പരിശോധന. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അയോധ്യയിലെ വിവാദങ്ങൾക്കിടെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായകമായ യോഗം ഇന്ന് ചേരുകയാണ്.